ഇന്ന് പകൽക്കാലം ഹൂസ്റ്റണിലുള്ള ഈ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ കർത്താവിൻ്റെ ദാസന്മാരോട് കർത്താവിൻ്റെ മക്കളോടൊക്കെ ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം കടന്നു വരുവാനും ദൈവം അവസരം നൽകി തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പമായിരിക്കുന്നത് എപ്പോഴും എനിക്കും സന്തോഷമാണ്. നിങ്ങളുടെ സഭയായി ഞങ്ങളുടെ അവിടെയുള്ള പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണല്ലോ. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു മാസത്തോളമായി ഈ പ്രദേശത്ത് കടന്നു വന്ന് പലയിടങ്ങളിൽ യാത്ര ചെയ്യുവാനിടയായിത്തീർന്നു. ഇനിയും തുടർന്നുള്ള ചില ദിവസങ്ങളിൽ കൂടെ യാത്ര ചെയ്യുകയും ദൈവം അനുവദിച്ചാൽ ജൂലൈ 10-ാം തീയതി മടങ്ങിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പ്രാവശ്യത്തെ കോൺഫറൻസിൽ സംബന്ധിക്കണമെന്നുള്ള താല്പര്യം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് ഞാൻ 10-ാം തീയതിക്ക് ടിക്കറ്റ് എടുത്തത്. ദൈവം ഇതുവരെയും അത്ഭുതകരമായി ഏഴെയും നടത്തുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരുടെ പ്രാർത്ഥന, അനേകരുടെ സപ്പോർട്ടാണ് ദൈവം നിലനിർത്തുന്നത്. ഞാനതെപ്പോഴും മനസ്സിലാക്കുന്നു. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ആ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കോണം ദൈവം ഇടയാക്കുന്നു. അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തുന്നു. ഞാനെപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കും, ഒരു പൊസിഷനല്ല, എന്നാൽ ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള ശുശ്രൂഷ, അത് എവിടെയും എങ്ങനെയും കർത്താവ് എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ ചെയ്യുക. സെമിനാരിയോടുള്ള ബന്ധത്തിൽ വളരെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അവിടെയൊന്നും ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ അവിടെ പോവുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തുന്നു. എൻ്റെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെയും ദൈവത്തിൻ്റെ ഒരു കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും അവിടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. മൂത്ത ആളാണ് അവിടെ പ്രിൻസിപ്പളായിട്ട് ശുശ്രൂഷിക്കുന്നത്. മോനവിടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ മോള് അവിടെ ഒരു ഡിസേബിളിന് വേണ്ടി ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. സെമിനാരിയിലാണ് ഇപ്പോഴും നടക്കുന്നത്. അവർക്കുള്ള ബിൽഡിങ്ങൊന്നും ആയിട്ടില്ല. അവരതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി പൂർത്തീകരിപ്പാൻ അവരാഗ്രഹിക്കുന്നു. സെമിനാരിയിലാണെങ്കിലും അവരുടെ ആ സ്കൂൾ നടക്കുന്നുണ്ട്. സെമിനാരിയിൽ ഒത്തിരി ഫെസിലിറ്റി, നമുക്കും ക്ലാസ് റൂംസൊക്കെ കുറവാണ്. അതുകൊണ്ട് ഈ വർഷം കഴിഞ്ഞ ഒരു വർഷം മുമ്പേ ഒരു ക്ലാസ് റൂംസൊക്കെ ഒരു പുതിയ അക്കാഡമിക് ബ്ലോക്ക് ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. കല്ലൊക്കെ ഇട്ടെങ്കിലും ഇതുവരെയും അതിൻ്റെ അനുവാദം പഞ്ചായത്തിൽ നിന്നും ലഭിക്കുവാനിടയായിത്തീർന്നില്ല. അതുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുവാനോ ഒന്നും സാധിച്ചിട്ടില്ല. നിങ്ങൾ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിക്കുന്നു. അതിൻ്റെ അനുവാദം ലഭിക്കണം, അതിന് സോഴ്സസ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ അവിടെയുള്ള ഈ ഫെസിലിറ്റിയൊക്കെ വളരെ കുറവാണ്. ഒത്തിരി പഴയ ബിൽഡിങ്സാണ്. ക്ലാസ് റൂംസ് ഒത്തിരി ഇപ്പോൾ MTHും ഡോക്ടറേറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ക്ലാസ് റൂംസൊക്കെ ഇച്ചിരൂടെ ബെറ്റർ ആക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിനുള്ളതായിട്ടുള്ള വഴികൾ ദൈവം തുറന്നു തരേണ്ടതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. അതുപോലെ ഓരോ വർഷവും കർത്താവിന് വേണ്ടി ഈ വർഷവും കുറച്ച് പേര് ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇനിയും അടുത്ത ആഴ്ചയിൽ ഒരു ഇൻ്റർവ്യൂണ്ട്. ജൂൺ 1-ാം തീയതിയാണ് അടുത്ത അക്കാഡമിക്ക് ആരംഭിക്കുന്നത്. വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അടുത്ത വർഷത്തെ ക്ലാസ്സുകളും ഭംഗിയായി നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ യാത്രയിലും ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാ സഹകരണത്തിനും വളരെ നന്ദിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ടിനുമായി നന്ദിയുണ്ട്. എല്ലാ ദിവസവും ഈ പാസ്റ്ററേയും സെമിനാരിസിനെയും അതുപോലെ ഇവിടെയുള്ള ദൈവമക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ഏഴയ്ക്കും ഇടയാക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. ഞാൻ ഓർക്കും, ഓരോ അച്ചാൻ്റെ കൂടെ നിന്നാണ് എനിക്കത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ. ഒരു ചെറിയ കാര്യങ്ങൾ പോലും അച്ചാനോട് പറഞ്ഞാൽ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം എനിക്ക് കാണുവാനിടയായി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുവാൻ ദൈവം എനിക്ക് ഇടയാക്കുന്നു. ഓരോരുത്തരും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ നമ്മുടെ കടന്നു പോകുന്ന ഓരോ സഭകളെയും നമ്മുടെ
അവർക്ക് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചുകൊണ്ട് ഈ അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ. Thank you so much, Mame, for the prayers. ഈ അവസരത്തിൽ പ്രിയ പിതാവിനെ ഞാൻ ഓർക്കുന്നു. മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രൊഡക്ട്സ് ആണ് പല ഹ്യൂസ്റ്റണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പലരും ഉണ്ട്, ഒത്തിരി പേരുണ്ട്. വിരലിൽ എങ്ങനെ എണ്ണാൻ പറ്റില്ല, അതിലധികമുണ്ട്. ഞാനും ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ ഒരു പ്രോഡക്റ്റാണ്. എൻ്റെ ബ്രദർ ജോയൽ, ഇവാഞ്ചലിസ്റ്റ് ജോയൽ ഒരു മണക്കാല പ്രൊഡക്റ്റാണ്. എൻ്റെ ഓൺ ബ്രദർ, എൻ്റെ യങ്ങർ ബ്രദർ, he is also a graduate from FTS. എൻ്റെ പിതാവിൻ്റെ മറ്റൊരു ബ്രദറിൻ്റെ മോന് ജോയൽ, അതും ജോയലാണ്. ഹീ സ്റ്റിൽ സ്റ്റഡിയിങ് ദെയർ, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 4-5 പ്രോഡക്ട്സ് തന്നെ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിൽ നിന്നുണ്ട്. ആ പ്രസ്ഥാനത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തെ പറ്റി എൻ്റെ ഒരു സാക്ഷ്യമാണ്. വിശ്വാസത്തെ പറ്റി വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചറിയുക മാത്രമല്ല, അത് അനുഭവിച്ചറിയാനും കൂടെ ലഭിച്ച ഒരു അവസരമാണ് എൻ്റെ 5 വർഷത്തെ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി. അതിൻ്റെയൊക്കെ ഓരോ മെസ്സേജ് ഞങ്ങൾ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ആ പ്രവർത്തനങ്ങളെയും കർത്താവ് നടത്തിയ എല്ലാ വഴികളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവ് പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും അവിടെയുള്ള കോളേജിനെ സ്റ്റുഡൻസിനെ ഓർത്ത് നമുക്ക് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാം. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് us this morning. Jeffrey, do you want to take a moment and address the church? I know that it's your home. You don't need any. Come on in. Going back tomorrow, right? Yeah.